ഇന്ത്യയിൽ സിവിൽ സർവീസ് പരീക്ഷയുടെ നേട്ടം കൊയ്തവരെ പറ്റിയുള്ള വിവരങ്ങൾ പുറത്തു വന്നു. 2 മലയാളികൾക്ക് 100-നകത്ത് റാങ്ക് വന്നു. ഏകദേശം 200-250 റാങ്കുകാർക്കൊക്കെ IAS IFS ഒക്കെ ഉറപ്പാണ്. നരുവാമൂടുള്ള ജയകുമാർ എന്ന ഒരു കൂലിപ്പണിക്കാരൻ്റെ ഭാര്യ ഷീജകുമാരിയുടെ മകള് ആണ് 57 റാങ്ക് ഇന്ത്യയിൽ നേടിയത്. KS ശ്രീജ ആണ് കേരളത്തിലെ 1ാമതെത്തിയ പെൺകുട്ടി. 24 വയസ്സുള്ള കുട്ടിയാണ്. രണ്ടാമത് 68ാം റാങ്കുകാരനും ആദിത്യ നാരായണൻ കൊല്ലംകാരനാണ്. സാധാരണ ഒരു കുടുംബത്തിലെ അംഗമാണ്. പക്ഷേ ശ്രീജയുടെ കാര്യത്തിൽ ആ പെൺകുട്ടി വളരെ കഷ്ടപ്പെട്ടാണ് പഠനമായിട്ട് മുന്നോട്ട് പോയത്. അപ്പന് ജയകുമാർ കൂലിപ്പണിക്കാരനാണ്. അപ്പൻ ജയകുമാറിനെയും അമ്മ ഷീജകുമാരിയെയും IAS IPS ലഭിച്ച 57ാം റാങ്കുകാരി KS ശ്രീജ ഇന്നലെ ഏഷ്യാനെറ്റിൻ്റെ ആ ചർച്ചയിൽ കാണപ്പെട്ടു. സാധാരണക്കാരനായ ഒരു മനുഷ്യൻ കൂലിപ്പണിക്കാരനായ നിത്യജീവിതത്തിന് ഡെയിലി കൂലിക്ക് പോയില്ലെങ്കിൽ ആ കുടുംബം പട്ടിണിയിലാകുന്ന ജയകുമാർ തുറന്ന് തൻ്റെ മനസ്സിൽ കൂടെ ഏഷ്യാനെറ്റിൽ അത് പറയുകയും ചെയ്തു. അദ്ദേഹം വളരെ സിമ്പിളാണ്, അധ്വാനിയാണ്. 9ാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അതേസമയത്ത് ഭാര്യ ഷീജകുമാരി MA കാരിയാണ്. ഈ കുട്ടി നല്ലതായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. കാരണം കൂലിപ്പണിക്ക് ഡെയിലി പോയില്ലെങ്കിൽ കുടുംബം പട്ടിണിയിലാവും. വളരെ ചെറിയ ഒരു ചെറ്റ വീടാണ്. എന്തായാലും അത്യുത്സാഹത്തോടെ ആ പഠിക്കുന്ന കുട്ടി പഠിച്ച് മുന്നേറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് മറ്റുള്ള കേരളത്തിലെ എല്ലാ പഠിക്കുന്ന കുട്ടികൾക്കും മാതൃകയാണ്, വലിയവർക്കും മാതൃകയാണ്. കാരണം ആ പിതാവ് ജയകുമാർ താൻ കൂലിപ്പണിക്കാരനാണെന്ന് ആത്മാഭിമാനത്തോടെ ചാനലിൽ കൂടെ ഏഷ്യാനെറ്റിൽ കൂടി പറയുന്നത് നമ്മൾ കേട്ടു. അമ്മയും അങ്ങനെ തന്നെ. അദ്ദേഹത്തിന് ഒരു ദിവസം പണിക്ക് പോയില്ലെങ്കിൽ ആ കുടുംബം പട്ടിണിയിലാണ്. ആ പെൺകുട്ടി ഏതായാലും 9ാം ക്ലാസ് വരെ അമ്മയാണ് പഠിപ്പിച്ചതെന്ന് പറയുന്നുണ്ട്. കാരണം അതിന് നെല്ലിമൂട് ഉള്ള സാധാരണ ഉള്ള ഒരു സ്കൂളിൽ പഠിച്ചു. അതിനുശേഷം ആ കുട്ടി പട്ടം സെന്റ് മേരീസിൽ വന്ന് അവിടെ +2 വരെ പഠിച്ചു. നെല്ലിമൂട് ഹയർ സെക്കൻഡറി സ്കൂൾ കഴിഞ്ഞ് പട്ടം സെന്റ് മേരീസിൽ വന്നു. പിന്നീട് ആ കുട്ടി ഡിഗ്രിക്കും PGക്കും മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ പോയി. യാതൊരു നിവൃത്തിയില്ല അവിടെയൊക്കെ പോയി പഠിക്കാനെങ്കിലും. അപ്പനെ ഡെയിലി കൂലിപ്പണിക്ക് പോയില്ലെങ്കിൽ വീട് പട്ടിണിയാണ്. അതിൽ നിന്ന് മിച്ചം പിടിച്ചാണ് ആ പെൺകുട്ടിയെ പഠിപ്പിച്ചത്. അയാൾ ജയകുമാറിൻ്റെ ഇന്നലത്തെ സംസാരത്തിൽ നിന്ന് വളരെ സിമ്പിളായ, അധ്വാനിയായ, കള്ളവും ചതിയില്ലാത്ത ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ പറ്റി. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ വിലയേറിയ മനസ്സ് അതുകൊണ്ട് തീർച്ചയായിട്ടും മകൾ രക്ഷപ്പെട്ടു. ആ മകള് 57ാമത്തെ റാങ്കാണ് നേടിയത്. ഇന്ത്യയിൽ കേരളത്തിലെ 1ാം റാങ്കിലെത്തി. ആ പെൺകുട്ടി കടന്നു വന്ന വഴികളെപ്പറ്റിയൊക്കെ ഇന്നലെ ഏഷ്യാനെറ്റിൽ കൂടെ പറഞ്ഞപ്പം കണ്ണു നിറഞ്ഞു പോയി. കാരണം ഇത് കേരളത്തിലുള്ള സാധുക്കളായ കുട്ടികൾ ഉൾപ്പെടെ പഠിക്കാനായിട്ട് യാതൊരു സൗകര്യമില്ലാത്ത കുട്ടികൾ ശ്രദ്ധിക്കണം. എല്ലാവരും വലിയ സ്കൂളിലൊക്കെ കൊണ്ടുപോയി ചേർക്കും. ഈ പെൺകുട്ടി സാധാരണ രീതിയിലുള്ള സ്കൂളിലൊക്കെ പഠിച്ചു വന്ന് നമ്മൾ ആലോചിച്ചോണം. കാരണം അതിന് എൻട്രൻസ് എക്സാം എഴുതാൻ തന്നെ പണമില്ലാതെ വന്നു. അതിൻ്റെ ഒരു എൻട്രൻസ് എക്സാം എഴുതുന്നതിനും പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി നമുക്കറിയാം ഇവിടെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. 1-1.5 ലക്ഷം രൂപയൊക്കെ ഫീസ് കൊടുക്കണം. 1 ലക്ഷം രൂപ എടുത്ത് ഫീസുള്ള ഒരു സ്ഥലത്ത് ആ പെൺകുട്ടി പഠിച്ചു. ആദ്യത്തെ ഇൻസ്റ്റാളിൽ 10,000 രൂപ കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വന്നു. ആ അപ്പന് ഏതോ ഒരു ചിട്ടി ചേർന്നിട്ടുണ്ടായിരുന്നു. കൂലിപ്പണിയിൽ നിന്ന് മിച്ചം കിട്ടുന്ന പൈസ കൊണ്ട് ചിട്ടി ചേർന്ന അതിനകത്തുനിന്ന് 10,000 രൂപ ചിട്ടി പിടിച്ചു ആ പെൺകുട്ടിക്ക് എൻട്രൻസ് കോച്ചിങ്ങിന് ഉള്ള അവിടുത്തെ കോച്ചിങ് സെൻറ്ററിൽ കൊടുത്തു. ആ കുട്ടി ചേർന്നു. പിന്നീടുള്ള 90,000 രൂപ പിതാവിൻ്റെ സഹോദരന്മാർ പലരിൽ നിന്നും കടം വാങ്ങിച്ചൊക്കെയാണ് പഠിപ്പിച്ചത്. അങ്ങനെ പഠിച്ചു വന്ന കുട്ടിയാണ് ഇന്ത്യയിലെ 57ാം റാങ്ക് എടുത്തത്. നമ്മൾ ആലോചിക്കണം. ആ കുട്ടിയുടെ സംസാരം നമ്മൾ ഏഷ്യാനെറ്റിൽ കൂടെ കേൾക്കുകയും ചെയ്തു. ആ കുട്ടി ആ വീട്ടിൽ പഠിക്കാനായിട്ട് ഒരു പഴയ വീടാണ്. അതിൻ്റെ വീടിൻ്റെ പണിയും തീർക്കാൻ പറ്റിയില്ല. വീട് മുഴുവൻ ഇരുട്ടുമുറികളാണ്. അപ്പോൾ ആ കുട്ടി പഠിക്കാനായിട്ട് ഒരു മുറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അവിടെ സ്വല്പം വൈറ്റ് വാഷ് ചെയ്തെങ്കിൽ മാത്രമേ
ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് ആ വീട്ടിലെ ഇരുട്ട് മാറുകയുള്ളൂ. അതിന് നിവൃത്തിയില്ലാതെ വന്നപ്പം ഇത് അപ്പനും അമ്മയും കൊടുത്ത പൈസയിൽ നിന്ന് മിച്ചം പിടിച്ച ആ പൈസ ഏകദേശം 2500 രൂപ കൊണ്ട് കുടുക്ക പൊട്ടിച്ചപ്പോൾ ആ 2500 രൂപ കൊടുത്ത് അത് അല്പം വൈറ്റ് പ്ലാസ്റ്ററും സിമെൻറ്റും ഒക്കെ വാങ്ങിച്ച് അപ്പനും മകളും കൂടെ ആ പഠിക്കാനുള്ള മുറി വൃത്തിയാക്കി. അപ്പം ലൈറ്റ് ഇഷ്ടം പോലെ കിട്ടത്തൊക്കെ ആ ഇരുട്ടുമുറി മാറി അവിടെ വെള്ള പൂശിയത് കരുത്തറും ഒക്കെ പറയുന്ന കേട്ടിട്ട് സങ്കടകരമായ അഭിമാനകരമായ ചില സംസാരങ്ങളായിരുന്നു ആ കുട്ടിയുടെ. ആ വെള്ള പൂശിയ ആ കുട്ടിയുടെ ആ ഭിത്തിയിലെ ആ കുട്ടി ഒരു കാര്യം എഴുതി വെച്ചിരുന്നു. അത് നമ്മൾ ശ്രദ്ധിക്കണം. അതിൻ്റെ അംബീഷൻ അത് കൃത്യമായി അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കാരണം അതുപോലെ ആ മനസ്സ് അതിനെ രൂപപ്പെടുത്തിക്കൊണ്ട് വന്നു എന്നുള്ളതാണ്. ആ കുട്ടി എഴുതി വെച്ച നല്ല ലെജിബിളായ കൈയക്ഷരമാണ്. ഇതെല്ലാ കുട്ടികളും ശ്രദ്ധിക്കണം അത്. കാരണം കൈയക്ഷരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ എഴുതുമ്പം അത് വളരെ ലെജിബിളായിട്ട് വേണം എഴുതാൻ. അത് മാർക്കിടുന്നവർക്കും മറ്റവർക്കും വായിച്ചാൽ മനസ്സിലാകണം. രായസം എഴുത്തൊന്നും പാടില്ല. ലെജിബിളായ നമുക്കറിയാം പകർത്തെഴുത്തൊക്കെ ശീലിച്ചെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു കയ്യക്ഷരം നമുക്ക് കഴിയുള്ളൂ. മനസ്സിൽ വിചാരിക്കുന്ന പോലെ കയ്യക്ഷരം നന്നായി വരില്ല. അങ്ങനെയുള്ള എക്സസൈസ് ഒക്കെ ചെയ്ത് ആ കുട്ടി വളരെ ലെജിബിളായിട്ട് ആ ഭിത്തിയിലെ ഒരു തുണ്ട് കടലാസിൽ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു. IFS ഇൻ 2026 IFS നേടണം. IAS കിട്ടുന്നവരെ ടോപ്പ് റാങ്കിലുള്ളവരെ ഇന്ത്യൻ ഫോറിൻ സർവീസിലേക്ക് അയക്കും. അതുകൊണ്ട് നല്ല ടോപ്പ് റാങ്ക് തന്നെ IASന് ലഭിക്കണം. അതുകൊണ്ടാണ് IFS ഇൻ 2026 എന്ന് ആ കടലാസിൽ എഴുതി വെച്ചു. പിന്നെ ഒരു അംബീഷൻ ആ കൊച്ചിനുള്ളത് റെനോവേഷൻ ഓഫ് ഹൗസ്. ആ കുട്ടിയുടെ വീട് കയറിക്കിടക്കുന്ന വീടൊന്ന് നന്നാക്കണം ജോലി കിട്ടിയിട്ട്. അതിനുശേഷം മാത്രമേ ജോലി പ്രവേശിച്ച മാത്രമേ വിവാഹത്തെപ്പറ്റി ആലോചിക്കുന്നുള്ളൂ. വിവാഹം കഴിക്കും എന്ന് തീർച്ചയായിട്ടും പറഞ്ഞു. അത് കുട്ടികളുണ്ടാകും. ആ കുട്ടികളെ പോലെ തന്നെ പഠിപ്പിച്ച് വലുതാക്കണം എന്നാണ് ഒരു അമ്മയാവുമ്പോഴുള്ള ആഗ്രഹം. അങ്ങനെ 3 കാര്യങ്ങൾ ആ ഭിത്തിയിൽ എഴുതി വെച്ചത് അച്ചിരത്തിലൂടെയാണ് ഇന്ന് മനോരമ പത്രത്തിലൊക്കെ അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് നമ്മൾ കണ്ടു. ഏതായാലും ഒരു കുട്ടിയുടെ ഏറ്റവും താഴെക്കടയിലുള്ള ഇന്ത്യയിലെ കൂലിപ്പണിക്കാരൻ്റെ മകൾക്ക് അല്ലെങ്കിൽ മകന് ഇന്ത്യയിൽ IAS നേടുന്നതിന് അർഹതയുണ്ടെങ്കിൽ ഒരു തടസ്സവുമില്ല എന്നാണ് ഇതിൽ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം. കാരണം കൂലിപ്പണിക്കാരന് 9ാം ക്ലാസ്സേ ഉള്ളൂ. അപ്പന് പ്രായോഗിക പരിജ്ഞാനം വളരെ കൂടുതലാണ്. ആ അമ്മ വളരെ സൈലൻ്റ് ആയിട്ടാണ് ഏഷ്യാനെറ്റ് സംസാരിച്ചെങ്കിലും MA കാരിയാണ്. മകളെ ഒരു ഉന്നത നിലവാരത്തിൽ എത്താനുള്ള അവർ കൂലിപ്പണി ചെയ്ത് മിച്ചം പിടിച്ച് അങ്ങനെയാണ് ആ കൊച്ചിനെ പഠിപ്പിച്ചതെന്ന് ആലോചിച്ചോണം. വലിയ സൗകര്യങ്ങളൊന്നും വേണ്ട പഠിക്കുന്നത്. അറിവ് സമ്പാദിക്കുന്നത് തീർച്ചയായിട്ടും ഏറ്റവും താഴെക്കടയിലുള്ളവർക്കും വലിയവർക്കെല്ലാം അറിവ് സമ്പാദിക്കുന്നത് ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ട് ഇത് നമ്മൾ ഒരു പാഠഭാഗമായിട്ട് തന്നെ കാണണം. ഈ കുട്ടിയുടെ വളർച്ച അത് എഴുതി വച്ചിരിക്കുന്ന ഭിത്തിയിൽ എഴുതി വച്ചിരിക്കുന്ന പോലെ തന്നെ അത് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അത് രൂപപ്പെടുത്തി എടുത്തു എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ട പാഠം. അതുപോലെ തന്നെ ചില കാര്യങ്ങളിലൂടെ ഈ IAS ഇപ്പോഴത്തെ എഴുത്തിൽ നിന്ന് ഇപ്പോഴത്തെ IASന്റെ ആ ഓൾ ഇന്ത്യ നിലവാരത്തിലെ ചില കാര്യങ്ങളൂടെ നമുക്ക് വെളിച്ചം വീശേണ്ടതുണ്ട്. IASലെ ഇപ്പോൾ ഒഴിവുണ്ടായിരുന്നത് ഈ കഴിഞ്ഞ 2025-26 IAS 180, IFS 55 വേക്കൻസിയും IPS 150 വേക്കൻസിയുമാണ്. അങ്ങനെ മൊത്തം 1087 ഒഴിവുകളിലേക്കാണ് IAS സിവിൽ സർവീസ് ആൾക്കാരെ ക്ഷണിച്ചത്. ഏകദേശം ആപ്ലിക്കേഷൻ നമുക്കറിയാം, കുട്ടികൾക്കെല്ലാം ഈ മോഹം ഒക്കെ ഉണ്ട്. പലരും അതിലേക്ക് മോഹമുണ്ടെങ്കിലും അതിലേക്ക് എത്തിച്ചേരാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. ആ ടെസ്റ്റ് എഴുതാനും പരീക്ഷ എഴുതാനൊക്കെ തുടക്കത്തിൽ വലിയ ഉത്സാഹം കാണിച്ച് പിന്നെ പിന്മാറുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഏകദേശം 9,37,000 പേരാണ് ആകെ ആപ്ലിക്കേഷൻ കൊടുത്ത സിവിൽ സർവീസ് പരീക്ഷയ്ക്ക്. പക്ഷെ പരീക്ഷ എഴുതിയവർ 5,76,000 പേരേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ മെയിൻ പരീക്ഷയിലെ 14,161 പേര് മെയിൻ പരീക്ഷ എഴുതി. പക്ഷേ പ്രിലിമിനറി എഴുതിയത് ഞാൻ പറഞ്ഞല്ലോ 5,76,000 പേരിൽ പരീക്ഷ യോഗ്യത നേടിയത് 14,161 പേര്. അഭിമുഖത്തിന് ക്ഷണിച്ചതിൽ 2,736 പേരെ ക്ഷണിച്ചു. അതിൽ നിയമനത്തിന് ശുപാർശ ചെയ്തത് 958 പേരെ കണ്ടെത്തി കഴിഞ്ഞു. അതിന് 958 പുരുഷന്മാർ അല്ലെങ്കിൽ ആൺകുട്ടികൾ 659 പേരാണ്. അത് വനിതകൾ 299 പേര്. 958 ശാരീരിക വെല്ലുവിളിയുള്ള
42ഓളം പേരുണ്ട് റിയാക്ഷൻ. നമ്മൾ മനസ്സിലാക്കണം, ശാരീരിക വെല്ലുവിളിയുള്ളവർ, കണ്ണിന് അല്പം കാഴ്ച മങ്ങൽ ഉള്ള ഒരാളും, അതുപോലെ കാഴ്ച പരിമിതി മാത്രമല്ല കേൾവിക്ക് പരിമിതികളുള്ള ആളും ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. പിന്നെ അസ്ഥി സംബന്ധമായ ഇടത് കൈ കൊണ്ട് എഴുതുന്ന ഒരാൾ പരീക്ഷ പാസ്സായിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള, അപകടമുണ്ടായി നടക്കാൻ പോലും മേലാതെ വീൽ ചെയറിൽ ഇരുന്ന് പരീക്ഷ എഴുതിയവരും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഇന്ത്യയിലെ IAS IPS എഴുതുന്നതിന്, സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്നതിന് തടസ്സമല്ല എന്നെല്ലാവരും കരുതിക്കണം. നിങ്ങളുടെ ഡിസബിലിറ്റി കൊണ്ട് നിങ്ങൾ നിരാശപ്പെട്ട് വീട്ടിലൊന്നും ഇരിക്കരുത്. കാരണം അങ്ങനെ ഡിസബിലിറ്റി ഉള്ളവരെ ബുദ്ധിക്ക് കുഴപ്പമില്ലെങ്കിൽ തീർച്ചയായിട്ടും ഏത് ഉന്നത പോസ്റ്റിൽ എത്താമെന്ന് നമ്മൾ ഇന്നൊരു പാഠം പഠിക്കണം. 42 പേരാണ് അങ്ങനെ ഡിസബിലിറ്റിയുള്ള ഇന്ത്യയിലെ IAS IPS സിവിൽ പരീക്ഷയെ പാസ്സായി വന്നതെന്ന് നമ്മൾ ആലോചിച്ചോണം. അതുപോലെ കേരളത്തിൽ തന്നെ ഇപ്പം തന്നെ 2 പേരെ ഏകദേശം 57 68 റാങ്കിൽ വന്നെങ്കിലും, അതുകൂടാതെ ഏകദേശം 950-58 വരെ റാങ്ക് ലിസ്റ്റ് ഇട്ടവരുണ്ട് കേരളത്തിലെ പലരും. അതിനകത്ത് 10-100 പേരടുത്ത് വന്നു ചേർന്നവരുണ്ട്. അതുകൊണ്ട് ആ വന്നു ചേർന്ന് ഇതുപോലെ പരീക്ഷ ഒക്കെ പാസ്സായി മാർക്ക് കുറഞ്ഞവർക്കും വീണ്ടും അംബീഷനുണ്ട് അവർ IFSനും IASനും എഴുതാൻ. പക്ഷെ ആദ്യത്തെ ചാൻസിൽ തന്നെ നമ്മുടെ ശ്രീജ എന്ന കുട്ടിക്ക് ഈ പരീക്ഷ പാസ്സാകാനും അവർ അതുപോലെ തന്നെ അടിയുറച്ച അവരുടെ ആഗ്രഹം നടപ്പാക്കാൻ നിത്യം കൃത്യമായ രീതിയിലെ പഠനം മുന്നോട്ട് കൊണ്ടുപോയി. നമ്മൾ വിചാരിക്കുന്ന പോലെ IAS IPS പഠിക്കുന്ന പോലെ ലക്ഷക്കണക്കിന് രൂപയുടെ പുസ്തകങ്ങളൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. അതിനകത്ത് നമുക്കറിയാം, ഇപ്പോൾ എല്ലാവരും നമുക്ക് മൊബൈൽ ഫോണിൽ ഇതെല്ലാം അവൈലബിൾ ആണ്. രണ്ടാമത്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അന്നുള്ള കാര്യങ്ങൾ പത്രങ്ങൾ വായിച്ച് അതിൻ്റെ നോട്ട് ഇടുന്ന പ്രകൃതം അതാണ് IAS കിട്ടാൻ കാരണം എന്ന് ശ്രീജ പറയുന്നുണ്ട്. ശ്രീജ പറയുന്നത് താൻ ഡെയിലി പത്രം വായിച്ചിട്ട് അതിന് കറണ്ട് അഫയേഴ്സ് എല്ലാം അവർ നോട്ട് ചെയ്ത് വെക്കും. അല്ലാതെ അതിനുവേണ്ടി വലിയ ലക്ഷക്കണക്കിന് രൂപയുടെ പുസ്തകങ്ങളൊന്നും വാങ്ങിക്കണ്ട എന്നാണ് ആ കുട്ടിയുടെ ഈ 57 റാങ്ക് സ്കോർ ചെയ്തപ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ശ്രീജ ഏതായാലും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അടിസ്ഥാനപരമായി ഏറ്റവും താഴെക്കടയിലുള്ള ആ പെൺകുട്ടി ആ സാധാരണക്കാർ പഠിച്ചു വരുന്ന സ്കൂളിലും +2ലും ഒക്കെ പഠിച്ചു. പിന്നീട് ആ കുട്ടി ഹയർ എഡ്യൂക്കേഷന് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലേക്ക് പോയി. ആ സമയത്തൊക്കെ ഹോസ്റ്റലിൽ നിന്നൊക്കെ പഠിക്കും. മറ്റു കുട്ടികളെ പോലെ ആഹ്ലാദിക്കാനോ മറ്റു കുട്ടികളെ പോലെ ചാടിമറിഞ്ഞ് നടക്കാനോ വേഷഭൂഷാദികൾ വലിയ വില കൊടുത്ത് വാങ്ങാനോ അങ്ങനെ ലക്ഷറീസ് ആയ ലൈഫിലൊന്നും ആ കുട്ടിക്ക് പോകാൻ പറ്റിയില്ല. അത് പോകുകയുമില്ല. കാരണം ആ കുട്ടിയുടെ മനസ്സ്, ജീവിതത്തിലൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ടാണ് ആ പെൺകുട്ടി അവരുടെ ഈ രീതിയിൽ പഠിച്ചു മുന്നേറിയത്. അത് തന്നെയല്ല, മാതാപിതാക്കളുടെ കഴിവ് അവർക്ക് അറിയാം. സാമ്പത്തികമായ അവരുടെ ഭദ്രത വളരെ ശോചനീയമാണ്. അതേസമയത്ത് ഡെയിലി അപ്പന് കൂലിപ്പണിക്ക് പോയില്ലേ വീട് പട്ടിണിയാവുന്ന ആ കൊച്ചിനറിയാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, അമ്മ 9ാം ക്ലാസ് വരെ MA-കാരിയാണ്, ജോലിയില്ല. 9ാം ക്ലാസ് വരെ കുട്ടിയുടെ പുറകെ നിന്ന് ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായ ക്വാളിഫിക്കേഷൻ ആ കൊച്ചിന് ഉണ്ടാക്കി കൊടുത്ത ആ അമ്മയെ തന്നെയാണ്. അമ്മയെ മറക്കാൻ ഒക്കില്ല. അപ്പൻ്റെ ഓപ്പൺ ആയിട്ടുള്ള ആ സംസാരം എന്നല്ല കേട്ട് കഴിഞ്ഞപ്പം ഇങ്ങനെ വേണം മലയാളികൾ. കാരണം ഇവിടെ നമുക്കറിയാമല്ലോ, പണമില്ലാത്തവരൊക്കെ കടം കയറി മുറിഞ്ഞാലും ശരി ലക്ഷറീസ് ആയി കാറിൽ കയറി സഞ്ചരിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്. അവർക്കൊരിക്കലും അല്ലെങ്കിൽ ഒരിക്കലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയാത്ത വലിയ വലിയ രമ്യഹർമ്മങ്ങൾ ഉണ്ടാക്കി കടം കയറി തൊലഞ്ഞു പോകുന്നതും ആത്മഹത്യ ചെയ്യുന്നതൊക്കെ നമ്മൾ കാണാം. ചെറിയ ജീവിതം തന്നെയാണ് എല്ലാവർക്കും നല്ലത്. ചെറിയ മനസ്സും ചെറിയ ജീവിതവും അധികം ആഗ്രഹങ്ങളൊന്നും നമുക്ക് വേണ്ട. ഇതുപോലെയുള്ള ഔന്നത്യത്തിലൊക്കെ പോകണമെങ്കിൽ അത് പഠിച്ച് നമ്മുടെ കഴിവുള്ള നമ്മുടെ ബുദ്ധിയെ നമ്മൾ വിപുലീകരിച്ച് ഇതുപോലെ ഉന്നത സ്ഥാനങ്ങളിൽ ചെന്നെത്തട്ടെ. അവിടെ എത്തിയാൽ തന്നെയും ലളിതമായ ആ ശമ്പളത്തിൽ തന്നെയും ലളിതമായ ജീവിതത്തിൽ നമ്മൾ പ്രവേശിക്കണം. നമ്മൾ മാത്രം പ്രവേശിച്ചാൽ ഒക്കില്ല. ലളിത ജീവിതത്തിന് നമ്മുടെ കുടുംബാംഗങ്ങളും വരണം. എങ്കിൽ മാത്രമേ ശക്തമായ ഒരു കുടുംബാന്തരീക്ഷം ഉണ്ടാവുകയുള്ളൂ, നല്ലൊരു കുടുംബം ഉണ്ടാവുകയുള്ളൂ. ഈ കുട്ടിയുടെ ജീവിത രീതി മലയാളികൾ എല്ലാവരും പഠിക്കണം. കാരണം ശ്രീജ എന്ന ആ കുട്ടിയുടെ വളർച്ച എത്ര ലോവർ ലെവലിൽ നിന്നാണ് ഉയർന്നു വന്നത്. ഈ പൊസിഷനിൽ ഇന്ത്യയിലെ ഒരാൾക്ക് എത്താൻ പറ്റുന്ന ഏറ്റവും മാക്സിമം പൊസിഷനിൽ ആ കുട്ടി എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പന് കൂലിപ്പണി ചെയ്തില്ലെങ്കിൽ പട്ടിണിയാകുന്ന കുടുംബം ആലോചിക്കണം. അത് തുറന്നു പറയുന്നതിനൊന്നും അപ്പനും അമ്മയ്ക്ക് യാതൊരു വൈമനസ്യവുമില്ല. നമ്മളറിയാം, ഇങ്ങനെയുള്ള സന്ദർഭമൊക്കെ വരുമ്പോൾ നമ്മൾ വീമ്പിളക്കുന്നതൊക്കെ നമുക്കറിയാം. മറ്റുള്ളവരെക്കാളും ഞാൻ കേമനാണ്, മറ്റുള്ളവരെക്കാളും ഞാൻ പണമുള്ളവനാണ്, മറ്റുള്ളവരെക്കാളെ പോലെ അല്ല.
അതിനെക്കാട്ടിലും കൂടുതൽ ആരോഗ്യ സൗന്ദര്യമുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നമ്മുടെ ആൾക്കാർ ചില ചേഷ്ടകളൊക്കെ കാണിക്കുന്നതൊക്കെ നമുക്കറിയാം. ആ രീതിയിലൊന്നും സിമ്പിളായിട്ട് ജീവിക്കാൻ പഠിക്കണം. ആ പഠിച്ചതിന് തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും. അത് തന്നെയാണ് ശ്രീജയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. കേരളത്തിലെ 2ാം റാങ്കിൽ ലഭിച്ച കൊല്ലം സ്വദേശി ആദിത്യ നാരായണന് 68ാം റാങ്കാണ് ഓൾ ഇന്ത്യയിൽ ലഭിച്ചത്. അവിടെ ബിസിനസ്സുകാരനായ ആശ്രാമം നാരായണീയത്തിലെ ഹരികൃഷ്ണന്റെയും സജിതയുടെയും മകനാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ തവണ 357ാം റാങ്ക് ലഭിച്ച ഇദ്ദേഹം IRS തിരഞ്ഞെടുത്ത് അതിൻ്റെ പരിശീലനത്തിലാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും IAS IPS രംഗത്തേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു റാങ്ക് അനുസരിച്ച്. അതുപോലെ അജയ് R രാജൻ കോഴിക്കോട്ട് ഉള്ള ആള് കാഴ്ച പരിമിതിയുള്ള ആളാണ്. അദ്ദേഹത്തിന് നേരത്തെ 780 റാങ്ക് കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ചിരുന്നു. പക്ഷേ ഈ തവണ അദ്ദേഹം IAS IPS റാങ്കിൽ എത്തിക്കഴിഞ്ഞു. കോഴിക്കോട് തൊട്ടിൽപ്പാലം സ്വദേശിയായ അദ്ദേഹം അജയ് R രാജൻ എന്ന വ്യക്തിയുടെ മാതാപിതാക്കളെ ഏതായാലും അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. അതുപോലെ ആതിരയുണ്ട്. അപകടത്തിൽപ്പെട്ട് കിടപ്പിലായ ആതിര ഒരു LIC ഏജന്റ് ചെറുകുളത്ത് കോഴിക്കോട് ചെറുകുളത്തൂർ LIC ഏജന്റ് സുഗതൻ മിനി ദമ്പതികളുടെ മകളാണ്. ആ കുട്ടിയുടെ നിശ്ചയദാർഢ്യം നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. കാരണം അപകടത്തിൽപ്പെട്ട് കിടപ്പിലായ കുട്ടിയാണെന്ന് നമ്മൾ വിചാരിച്ചോണം. അതുപോലെ കാജൽ, ഇടത് കൈ കൊണ്ട് എഴുതിയ കാജലുണ്ട്. മദ്രാസ് IITയിലെ MA ഇൻ്റഗ്രേറ്റഡ് കോഴ്സിന് ശേഷമാണ് IAS മോഹം വന്നത്. കർഷകരായ രാജു പിലാപ്പള്ളിയുടെയും M ഷീബയുടെയും മക്കളാണ്. ഓരോരുത്തരെയും ഇതുപോലെ റാങ്കിനകത്ത് വന്നവരെ നമുക്ക് എടുത്തു പറയാൻ കഴിയും. കാരണം അവരുടെ ഓരോരുത്തരുടെ ജീവിത രീതികളെ നമ്മൾ പഠിക്കണം. കുട്ടികൾ ഇന്നത്തെ തലമുറയ്ക്ക് ഇതുപോലെയുള്ള ബുദ്ധിപരമായ നീക്കത്തിലേക്ക് മാത്രമേ രക്ഷയുള്ളൂ എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ച് ഏതെങ്കിലും നിലവാരത്തിൽ ഉന്നതിയിൽ എത്തിയാൽ തീർച്ചയായിട്ടും അറിവ് ജീവിതത്തിന് വളരെ അടിയന്തരമായ ഒരു ആവശ്യം തന്നെയാണ്. അറിവുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുകയുള്ളൂ. അറിവിനെ നിങ്ങൾ എല്ലാ മനുഷ്യരും ബഹുമാനിക്കും. അറിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു ജോലി ചെയ്യുന്നതിന് മടിയുണ്ടാവില്ല. അല്ലെങ്കിൽ സർക്കാർ ജോലി കിട്ടിയില്ലെങ്കിൽ ശരി, ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും നിങ്ങൾക്കുണ്ടാവില്ല. നിങ്ങൾക്ക് ബോധമുള്ള ഒരു മനസ്സും ബോധമുള്ള ഒരു തലയുമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യത്തിൽ നിരാശപ്പെടരുത്. ജീവിതത്തിൽ തോറ്റുപോകില്ല അറിവുണ്ടെങ്കിൽ.